ഹലോ. ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് സ്വയം തന്നെ തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഇങ്ങനെ ഒരു പ്രധാന വിൻഡോ കാണാം. അവിടെ ഇടതുഭാഗത്ത് കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ 10 അക്ക ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും തെറ്റാതെ എൻ്റർ ചെയ്ത് ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അതിൽ ഇടതുഭാഗത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ഒരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ്. റിസൾട്ട് കിട്ടിയ കുട്ടികൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടിയത്, ഏത് കോമ്പിനേഷനാണ് കിട്ടിയത് എന്ന് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെൻറ്റ് ലെറ്റർ വിദ്യാർത്ഥികൾക്ക് കാണാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 3-ാം തീയതി 2025 ജൂൺ 3 മുതൽ 5-ാം തീയതി വൈകിട്ട് വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള അവസരമുണ്ടായിരിക്കും. പ്രവേശനം നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓൺലൈനിൽ കയറി നേരത്തെ ഞാൻ കാണിച്ചതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC, മറ്റൊന്ന് CC കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ SSLC മാർക്ക് ലിസ്റ്റ്, മറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാത്തിൻ്റെയും ഒറിജിനൽ സഹിതം കുട്ടി രക്ഷിതാവിൻ്റെ കൂടെ നേരിട്ട് ഹയർ സെക്കൻഡറി ഓഫീസിൽ അഡ്മിഷന് വേണ്ടി, പ്രവേശനത്തിന് വേണ്ടി, +1 പ്രവേശനത്തിന് വേണ്ടി ഹാജരാവണമെന്ന് അറിയിക്കുന്നു. 2 രീതിയിലുള്ള അഡ്മിഷൻ പ്രവേശന രീതികളാണ് അലോട്ട്മെൻറ്റുകളിലുള്ളത്. ഒന്ന് താൽക്കാലിക പ്രവേശനവും മറ്റൊന്ന് സ്ഥിര പ്രവേശനവും. എന്താണ് താൽക്കാലിക പ്രവേശനം? താൽക്കാലിക പ്രവേശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോമ്പിനേഷനുകൾ സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനോ ഇഷ്ടപ്പെട്ട സ്കൂളോ ലഭിച്ചിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. അത്തരം വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനം നേടി അടുത്ത അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കുക. താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന് ഏൽപ്പിക്കേണ്ടതാണ്. എന്നാൽ ഫീസുകളൊന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. എന്താണ് സ്ഥിര പ്രവേശനം? സ്ഥിര പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ഫീസും പൂർണ്ണമായും അടച്ച് നേരിട്ട് പ്രവേശനം നേടണമെന്ന് അറിയിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഥവാ ഈ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പ്രവേശനം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അവർക്ക് താൽക്കാലിക പ്രവേശനം എന്നൊരു സംവിധാനം ഇല്ല. ഏതായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരിട്ട് രക്ഷിതാവിൻ്റെ കൂടെ പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി തുറന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതായിരിക്കും. ഒന്നുകിൽ താൽക്കാലിക പ്രവേശനം നേടുക, അല്ലെങ്കിൽ സ്ഥിര പ്രവേശനം നേടുക. താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഫീസുകളൊന്നും അടയ്ക്കേണ്ടതില്ല. അല്ലാത്ത വിദ്യാർത്ഥികൾ, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, കിട്ടിയ സ്കൂളും കോമ്പിനേഷനും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടി പ്രവേശനം സീറ്റ് ഉറപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.